ഈ പട്ടി കാട്ടിന്ന് പട്ടണത്തിലേക്ക് താമസം മാറ്റാന്ന് പറഞ്ഞാലും കേക്കില്ല. ഞാനൊന്ന് ബ്യൂട്ടി പാർലറിൽ പോയിട്ട് നാളെ എത്രയെന്ന് ശശിയേട്ടൻ വല്ല വിചാരമുണ്ടോ? ഒന്ന് ശരിക്ക് പിടി എന്റെ ശശിയേട്ടാ. എന്ത് ചെയ്തിട്ട് എന്താ കാര്യം? ഈ രൂപത്തിന് മാറ്റമൊന്നും ഉണ്ടാവില്ലല്ലോ. അതുകൊണ്ട് വിചാരിക്കാത്തതല്ലേ എന്റെ സുന്ദരി. സുന്ദരി എന്നെ കൊണ്ടൊന്നും പറയിക്കണ്ട. രാത്രിയാകുമ്പോ യവന സുന്ദരി, നേരം വെളുക്കുമ്പോ കാനന സുന്ദരി, ഒക്കെ ചെയ്ത സിനിമകളുടെ പേരുകളാ എനിക്കറിയാം. അല്ലേലും ഞാൻ ഇത് കേൾക്കണം. കല്യാണം കഴിഞ്ഞിട്ട് വരുമ്പോ എന്തൊരു നിറമായിരുന്നു. അയ്യോ ഒക്കെ പോയി. അതെ, തലയിൽ വെച്ച് കെട്ടിയൊക്കെ മതി. ഒന്ന് ഇറങ്ങണ്ടേ ഷാരു? ദാ വരുന്നു. ശശിയേട്ട ഇറങ്ങിക്കോ. രാധാമണി അടിപൊളി ആണോ? കള്ളത്തരം പറയല്ലേ. കള്ളത്തരമല്ല, ഈ സാരി ചേച്ചിക്ക് അസലായിട്ട് ചേരണം. അയ്യോ എനിക്ക് തോന്നി. പോയി വരട്ടെ. രാധേ, പൊട്ട് മാച്ചാണോ? പൊട്ടും കമ്മലും ഒക്കെ മാച്ചാ. അയ്യോ, അങ്കമാലിയിലെ അമ്മാവൻ ആരാന്ന് പറഞ്ഞു? പ്രധാനമന്ത്രി. അപ്പൊ ഈ കഴുത പറയാ എന്റെ അമ്മാവന്റെ വകയല്ല ഈ ഹോട്ടലിന്. അപ്പൊ ഞാൻ ചോദിച്ചു നിന്റെ അമ്മാവന്റെ വകയാണോ ഈ ഹോട്ടലിന്? അപ്പൊ അവൻ എന്നെ എടിന്ന് വിളിച്ചു, ഞാൻ അവനെ പട്ടിന്ന് വിളിച്ചു. അപ്പൊ ഒരുത്തൻ എന്നെ അടിക്കാൻ വന്നപ്പോ ഞാൻ എന്റെ കൊടയെടുത്ത് അവന്റെ വയറ്റത്ത് ഒറ്റ കുത്തി. എന്റെ കൊടയെ പിടിച്ച് വലിച്ചപ്പോ ദാ അവിടെ ഇരിക്കുന്ന ഫോട്ടോ എടുത്ത് ഞാൻ തറയിൽ എറിഞ്ഞു പൊട്ടിച്ചു. പിന്നെ ഒരുത്തൻ എന്നെ പിടിക്കാൻ വന്നപ്പോ ഞാൻ ഫോൺ എടുത്ത് അവന്റെ തലയിൽ ഒറ്റ അടി വെച്ചു. എന്നിട്ട് ഒരുത്തൻ എന്റെ അടുത്ത് വന്ന് പറഞ്ഞു അവന്റെയാണ് ഈ ഹോട്ടലിന്. അപ്പൊ ഞാൻ അവന്റെ അപ്പൂപ്പനെയും അമ്മുവിനെയും ഒക്കെ ചീത്ത പറഞ്ഞു. അവൻ പോലീസിനെ വിളിക്കുന്നു പറഞ്ഞപ്പോ ദാ അവിടെ ഇരിക്കുന്ന പൂച്ചട്ടി എടുത്ത് അവന്റെ തലയിൽ ഒറ്റ അടി വെച്ചു കൊടുത്തു. അവനെ ആസ്പത്രി കൊണ്ടുപോയി. ഞാൻ വേറെ ഒന്നും ചെയ്തില്ല, ഇത്രേ ചെയ്തുള്ളൂ. അതിനാണ് ഇവന്മാർ ഇങ്ങനെ ബഹളം വെക്കും. അമ്പടി കേമികളെ പ്രായം കുറയ്ക്കാൻ വേണ്ടി മക്കളെ മുറിയിലിട്ട് പൂട്ട കണ്ണട മാറ്റി വയ്ക്കുക. ഇന്ന് ഞാൻ കാണിച്ചു തരാം. തരില്ല ഞാൻ, ഇതാർക്കും തരില്ല. ഇന്ദുന്റെ അടുത്ത കളി. പോയിട്ട് എത്ര നേരം മനുഷ്യ കിട്ടിയോ? കടയായ കട മുഴുവൻ അരിച്ചു പിറക്കി ഒടുവിൽ ഒരെണ്ണം കിട്ടി. മഹാഭാഗ്യം. എന്റെ ഇന്ദു വെറുതെ കണ്ടകടച്ചവളെയൊക്കെ വാരിത്തേച്ച് ഉള്ള ചന്തം കൂടി കളയണ്ട. അസൂയ എല്ലാവർക്കും തോന്നും. ചേട്ടാ സത്യം പറ, എന്നെ ഇപ്പൊ കണ്ട ഒരു പ്രോസ്റ്റിറ്റ്യൂട്ടീവ് ലുക്കില്ലേ? എന്റെ ദൈവമേ, ജ്യോതിയും വന്നില്ല, തീയും വന്നില്ല, ഒരു മണ്ണാങ്കട്ടിയും വന്നില്ല. എത്ര കഷ്ടപ്പെട്ടാണ് ഞാൻ തിരിച്ചു വന്നെന്ന് അറിയാമോ? ഓടി വരുമ്പോ ഒരു ആന. പക്ഷെ ഞാൻ രക്ഷപ്പെട്ടു. എങ്ങനെ? ആന എവളെ കണ്ടോടി കാണും. എനിക്ക് വിശക്കുന്നു.